നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിജെപിയുടെ ഭാഗമാകുമ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ മാത്രമാണ് ബിജെപി ദേശീയ നേതൃത്വത്തിൽ നിന്നും പി.സി. ജോർജ് പ്രതീക്ഷിക്കുന്നതെന്ന സൂചന. പി.സി. ജോർജും ഷോൺ ജോർജും അങ്ങനെ ബിജെപിയിലേക്ക് കുടിയേറപ്പെട്ടിരിക്കുകയാണ്. പത്തനംതിട്ട സീറ്റിൽ കടുംപിടുത്തം ഇല്ല എന്നും വ്യക്തം. എന്നാൽ സംസ്ഥാന നേതൃത്വം നൽകിയ സാധ്യതാ പട്ടികയിൽ പി.സി. ജോർജിന്റെ പേരുമുണ്ട്. നടൻ ഉണ്ണി മുകുന്ദനെയും പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്ന സീറ്റിൽ പി.സി. ജോർജ് കടുംപിടുത്തം പിടിക്കുന്നില്ല. എന്നാൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ കേന്ദ്രത്തിന്റെയും ബിജെപിയുടെയും പിന്തുണ പി.സി. ജോർജ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഉറപ്പിക്കാനാണ് പി.സി. ജോർജിന്റെ ബിജെപിയിലേക്കുള്ള ഈ ചുവടുമാറ്റം. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പരിവാർ നേതാവ് പ്രതീഷ് വിശ്വനാഥും നടത്തിയ നീക്കങ്ങളാണ് പി.സി. ജോർജിനെ ബിജെപിയുമായി അടുപ്പിക്കുന്നത്. ഇവർക്കൊപ്പം കേന്ദ്രമന്ത്രി വി മുരളീധരനും പി.സി. ജോർജിനെ കൊണ്ട് വരുന്നതിന് വേണ്ടി അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിനോട് അടക്കം ഈ നിർബന്ധമില്ല എന്ന നിലപാട് പി.സി. ജോർജും എടുത്തിരുന്നു. പി.സി. ജോർജിന് മതിയായ പരിഗണന ബിജെപി നൽകും. ദേശീയ ഭാരവാഹിത്വത്തിലേക്കോ മറ്റ് നിർണായക പദവികളിലേക്കോ എത്തിക്കും. ഇതിനൊപ്പം തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജിനും ബിജെപി സംസ്ഥാന നേതൃത്വത്തിൽ പദവി കിട്ടി. ഇതോടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ബിജെപിക്ക് പ്രതിനിധിയെ കിട്ടുകയാണ്. ഇതും നേട്ടമായി ബിജെപി വിലയിരുത്തുന്നുമുണ്ട്. ക്രൈസ്തവ സഭകളെയും നേതാക്കളെയും ബിജെപിയുമായും അടുപ്പിക്കാൻ പ്രത്യേക ടീമിനെ തന്നെ ബിജെപി നിയോഗിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മത നേതാക്കൾ ഡൽഹിയിൽ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സഭകളുടെ പരിപാടിയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തിരുന്നു. അങ്ങനെ കൂടുതൽ അടുപ്പം സഭയുമായി ഉണ്ടാക്കി. ഇതിനൊപ്പമാണ് പി.സി. ജോർജിനെയും ബിജെപിയിലേക്ക് എത്തിക്കാനുള്ള ആലോചനകൾ തുടങ്ങിയത്. പിന്നാലെയാണ് ഇപ്പോൾ പി.സി. ജോർജും അങ്ങനെ ബിജെപിയിലേക്ക് എത്തുന്നത്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തനായ പ്രതീഷ് വിശ്വനാഥും നിർണായക ഇടപെടൽ നടത്തിയിരുന്നു. ഇതിനൊടുവിലാണ് ഡൽഹി ചർച്ചകൾക്കായി പി.സി. ജോർജ് എത്തിയത്. ചർച്ചകളെല്ലാം പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു. ഉപാധികൾ ഒന്നും ബിജെപി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ പി.സി. ജോർജ് വെച്ചിട്ടില്ല. അങ്ങനെ പി.സി. ബിജെപിയിലേക്ക് എത്തുകയാണ്. നെഞ്ചെടുപ്പ് കൂടുന്നത് വീണ വിജയൻ തന്നെയെന്ന ഉറപ്പായിരിക്കുന്നു. എക്സാലോജിക്കിൽ വീണ വിജയനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ഷോൺ ജോർജാണ്. കമ്പനികാര്യ വകുപ്പിൽ പരാതി നൽകിയ ഷോൺ ഹൈക്കോടതിയിലും നിയമ പോരാട്ടത്തിലാണ്. ഈ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച പിന്തുണ ഷോൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് ജനപക്ഷം ബിജെപിക്കൊപ്പം പോകുന്നത്. ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ഇനിയുള്ള ഇടപെടലുകൾ നിർണായകമാകും. പി.സി. ജോർജിനെ പല കേസുകളിലും കുടുക്കി ജയിലിലടയ്ക്കാൻ പിണറായി സർക്കാർ പലതവണയാണ് ശ്രമിച്ചത്. ഒരു പരിധിക്കപ്പുറം അത് വിജയിച്ചിട്ടില്ല. ഇതിനുശേഷമാണ് എക്സാലോജിക്കിൽ അടക്കം നിർണായക ഇടപെടലുകൾ ഷോൺ നടത്തിയത്. എന്തായാലും പി.സി. ജോർജ് ഇനി കേന്ദ്രവുമായി അടുത്ത ബന്ധം പുലർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. വീണ വിജയൻ അടക്കമുള്ളവർ എങ്ങനെയായിരിക്കും ബാക്കിയുള്ളവരും ദിവസങ്ങളിൽ കാര്യം നേരിടുന്നത് അടക്കമുള്ളവ കണ്ടറിയാം.